ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവ വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാൽ ഇന്നൊരു മീറ്റപ്പ് ഉണ്ട് കേട്ടോ. നമ്മളെ ഒറ്റപ്പാലത്തെ എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സും കൂടെ ഉള്ള ഒരു മീറ്റപ്പാണ്. 2020 കേട്ടോ യൂട്യൂബ് തുടങ്ങിയത്. അന്നൊന്നും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു മടിയൊക്കെ ഉണ്ടാവും. അയ്യോ, നമ്മൾ മാത്രം ഇങ്ങനെ ഫോണും പിടിച്ചുകൊണ്ട് നടക്കണമെന്ന പോലെ. പക്ഷേ എന്നാലും നമ്മളതൊന്നും നിർത്തിയില്ല, ഇവിടെ വരെ എത്തി. പക്ഷേ ഇന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നല്ല നല്ല വീഡിയോസ് ഇടാനൊക്കെ ആയിട്ട് മുന്നോട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് സന്തോഷം. കാരണം നമ്മളുടെ ആ സമയത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല, നമ്മളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റപ്പാലത്ത് ഇങ്ങനെ വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, നമുക്കറിയില്ലല്ലോ. അപ്പൊ ഇതാണ് കേട്ടോ ഡ്രസ്സ്. ഇത് ഞാൻ നല്ല ബ്യൂട്ടിഫുൾ കോട്ട് സെറ്റ് ആണ്, നല്ല രസമുണ്ട്. മൂന്നാറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസൈൻ ചെയ്യിച്ചതാണ്. പക്ഷെ നമ്മൾക്ക് ഇത് ഇടാൻ വേണ്ടി പറ്റില്ല. ഒരു 10 വയസ്സ് കുറഞ്ഞോ പറഞ്ഞിട്ടുണ്ടോ? അത്രയ്ക്ക് വേണോ? നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഉണ്ണിക്ക് തരുമോ? ഇട്ട് കഴിഞ്ഞ ഉണ്ണിക്ക് തരുമോ? ഓ, എന്റെ എല്ലാ ഡ്രസ്സും ഇപ്പൊ ഉണ്ണിവാവ ഷേപ്പ് അടിച്ചിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് മന്ദാര ക്ലോത്തിങ് മമ്മി പറഞ്ഞ പോലെ ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. അപ്പൊ മന്ദാര ക്ലോത്തിങ്ങില് ഇപ്പോന്നല്ല, അവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നല്ല സൂപ്പർ വെഡ്ഡിങ് ബ്ലൗസുകളാണ് കേട്ടോ. അത് നല്ല നമ്മൾ പറയണ പോലെ ബ്ലൗസ് മാത്രല്ല, എന്താ നമ്മൾ പറയുന്ന പോലെ ഡിസൈൻ ചെയ്ത് നല്ല സെറ്റ് ആക്കി തരും. ഫുള്ളി ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള ഡ്രസ്സസ്, ലെഹങ്കാസ്, ഡ്രസ്സ്, ഗൗൺ എല്ലാം അവിടെ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് അവിടെ ഡിസൈൻ ചെയ്തതാണ്, എന്നിട്ട് റെന്റലില് ഇരിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഡിസൈൻ ഇപ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഡിസൈനും വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് റെന്റൽ വേണമെച്ചാൽ റീസെയില് വിളിക്കുക, ഡിസൈൻ ചെയ്യണമെന്ന് വെച്ചാൽ മന്ദാരേനെ വിളിക്കുക. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ റീസെയിൽ കൾച്ചറിൽ 10,000 നല്ല ലെഹങ്കാസ് ഇറക്കിയിട്ടുണ്ട്. ഉണ്ണി ഇതിന് മുൻപ് ഒരു ഷോർട്സ് ഇട്ടിട്ടില്ലേ, കണ്ടിട്ടില്ലേ? നല്ല അഫോർഡബിൾ ആണ്, നല്ല അടിപൊളി ക്വാളിറ്റി. അഫോർഡബിൾ ആണെന്ന് പറഞ്ഞാൽ നല്ല ഫുള്ളി നല്ല ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത ലെഹങ്കാസ് ഒക്കെ വെറും 10K കേട്ടോ സെയിൽസിന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര അടിപൊളി കാര്യമാണ്. അപ്പൊ എന്തായാലും കോൺടാക്ട് ചെയ്ത് നോക്ക്, നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാം അല്ലേ. സുന്ദരി പെണ്ണുണ്ടല്ലോ, സുന്ദരി പെണ്ണ നമ്മുടെ കാലിന്റെ കുട്ടിക്ക് തുമ്മല് വന്നിട്ടുണ്ട്. ലാസ്റ്റ് നിമിഷത്തിലില്ലേ വരില്ലേ പറഞ്ഞോട്ടോ. ഞാൻ പറഞ്ഞ മമ്മി ഒന്ന് വരണോ, കാരണം അവിടെ പോയിട്ട് എനിക്കിങ്ങനെ ഞാൻ കാല് പിടിച്ചിട്ട് വരീച്ചത്. വാ കുട്ടി വാ, എല്ലാരും ചോദിക്കും വാവ എവിടെ, വാവ എവിടെ, വാവ എവിടെ നോക്കി. എനിക്ക് ഇന്ന് തന്നെ അങ്ങനത്തൊരു ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ കാര്യം. സുന്ദരി പണിയുണ്ടോ? അപ്പൊ നമ്മൾ എത്താറായിട്ടുണ്ട് കേട്ടോ. ഇവിടെ എവിടെ സ്ഥലം? എവിടെ, ഏതാ ഓഡിറ്റോറിയം? സ്ഥലം ഗ്രാൻഡ് കയാറത്തോ അങ്ങനെ എന്തോ ആണ്. നമ്മൾ അവിടെ പോകുമ്പോ ബോർഡ് കാണിച്ചു തരാം കേട്ടോ. അതല്ലേ നല്ലത്, പറഞ്ഞു തെറ്റിക്കണേക്കാട്. നമ്മളെ അമ്പലപ്പാറയിൽ അങ്ങോട്ട് കേറിയിട്ടാണ്. അപ്പൊ എത്താറായിട്ടുണ്ട്. നമ്മളെ വീടിന് എത്ര മിനിറ്റ്? 8 മിനിറ്റേ ഉള്ളൂ അല്ലേ ഉണ്ണി? 8 മിനിറ്റ് ഉള്ളൂ, അടുത്താണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരത്തെ പോണത്. അതെ, ഇത് ഉണ്ണിമന്റെ പരിപാടി നേരത്തെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താ അറിയോ, എനിക്ക് തലവേദന വന്നു, അത് മാറാതെ പോവാനും പറ്റില്ല. പിന്നെ ഒരുപാട് നേരത്തെ ഗീതു കൃഷ്ണയ്ക്കും ചെറുതായിട്ട് ഇങ്ങനെ അലർജിയുടെ പ്രശ്നമൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് നേരത്തെ പോയി കഴിഞ്ഞാൽ ഞാൻ ടയേർഡ് ആവും കേട്ടോ. ശരിക്കും 4:08 തൊട്ടാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ എല്ലാരും അവരൊക്കെ എല്ലാരും നേരത്തെ ഒരു 12 മണിയാകുമ്പോഴേക്കൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് 3 മണിക്കൊക്കെ പോകുന്നത് നമ്മളുടെ സാഹചര്യം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇത്ര ഓർഡർ. നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ ഫസ്റ്റിന് നിൽക്കുന്നുണ്ട് കേട്ടോ. അല്ല, നമ്മളിപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മളുടെ സീനത്ത് താത്തേക്ക് ഇവിടെ ഫസ്റ്റിന് വന്നിരിക്കുന്നുണ്ട്. ഞങ്ങൾ മാച്ചിങ് ആണ്. ആളാണേ, ആളെ കോർഡിനേറ്ററേ. ശരി പോവാ. പാട്ട് വേണം, ഡാൻസ് വേണമെന്നൊന്നും ഇല്ല. ഇന്ന് നമ്മൾ ഈ ഒരു വേദിയിലേക്ക് വന്നു, നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്. സോ അതിനിടയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയണം. എനിക്ക് ഇന്നിവിടെ നമ്മളപ്പോൾ അവിടുത്തെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് മെയിൻ പ്രോഗ്രാം എന്നാ പറഞ്ഞത്. ഹായ്, ഹാപ്പി ക്രിസ്മസ്. ഈ കുട്ടീനെ നിങ്ങൾക്ക് അറിയാന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ പറയില്ല, കളഞ്ഞവളാണ്. എന്റെ ജിം ട്രെയിനറിന്റെ മോളാട്ടോ. ഇവരും കൂടി കണ്ടുമുട്ടുന്നു. ഇങ്ങോട്ടേക്ക് ഇവരും കൂടി കണ്ടുമുട്ടുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എല്ലാം കൂടി എന്റെ തന്നെ മണ്ടയ്ക്കാണ്.
ഓ ഇനി വീട്ടിലൊന്നും കൊണ്ടുപോണ്ടി ഒരു ദിവസമല്ലേ? ഇല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ ഈ ഫമോളുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെയാണ് കേട്ടോ. ഇതിന്റെ കറക്റ്റ് പേരെന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്താ പേര് പറ, കോർഡിനേറ്റർ പറ. എന്താണ്? അതെ അല്ലേ, ഓക്കെ. നമ്മള് ഇതാ ഇവിടെ ഇപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് പറഞ്ഞല്ലോ. പോയില്ല, പോയിട്ടുണ്ട്. എന്റെ ഫോട്ടോ എടുത്തെടുത്തിട്ടുണ്ട് അവനെ. ഇഷ്ടമായി? പാട്ട് ഇഷ്ടമായോ? ഡാൻസ് ചെയ്യില്ലേ? കേട്ടോ, നമുക്ക് ഡാൻസ് നമ്പർ ഇടാ. ഏത് പാട്ട് ഇഷ്ടം? മോണിക്ക ആയാലും മോണിക്ക. ആ ഓക്കെ, വാ വാ മക്കളെ, മോണിക്ക വാ. കുട്ടികളൊക്കെ വന്നാലും മോണിക്ക പാടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പഴയ ശിവാജി പാട്ട് പാടി. സോ അത് മതിയോ? ശിവാജി പാട്ട് മതിയോ? നല്ല ലുക്കുണ്ട് സത്യം. അല്ലല്ല, ഇത് നമ്മുടെ വേദിയാണ്. ഒരു വേദിയൊക്കെ പാടാം. ഓക്കെ, നമ്മള് അവിടെ എല്ലാരും ചെറിയ നമ്മുടെ ഹാളിൽ പാട്ടൊക്കെ പാടി പൊളിച്ചു. ഇവിടെ ഇത്രയും മനോഹരമായ വേദി ഡാൻസ് കളിക്കുന്നു പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ പാട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് സീനത്തിന്റെ ഡാൻസ് ആണ് കേട്ടോ. ഞാൻ 3 പ്രാവശ്യം വിളിച്ചു അവിടെ തന്നെ. അപ്പൊ ഇവിടെ ഞാൻ സീനത്തിന്റെ ഡാൻസ്. സീനത്ത് റെഡി ആയിക്കോളണം കേട്ടോ. ആ സീന് റെഡി ആയിക്കോളണം കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പൊ എല്ലാരും ഡാൻസ് കളിക്കുന്നവര് ഡാൻസ് കളിക്കാം, പാട്ട് പാടുന്നവർ പാട്ട് പാടാം. നമ്മുടെ പാട്ട് കളിക്കാം. ഓക്കെ, ഇത് നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് നിങ്ങളുടെ ഈ കൂട്ടായ്മയൊക്കെ ഒത്തൊരുമിച്ചാണ്. സോ അത് മാക്സിമം തന്നെ എൻജോയ് ചെയ്യാം. വെള്ളവനാടൻ കാർണിവൽ ഒറ്റപ്പാലം കണ്ണൻ ക്രിയേറ്റേഴ്സ് മീറ്റപ്പില് അടുത്ത എനിക്ക് തോന്നുന്നു നമ്മുടെ സെന്റർ ഓഫ് അട്രാക്ഷൻ പേരില്ലേ, അവരെ കൊണ്ടുപോയിട്ടുള്ള ഞാൻ ഇവിടെ നിർത്തണം. പ്രോഗ്രാമൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇടയിൽ കൂടെ ഒന്ന് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ ചങ്കബടിയും കൂടി പോവുകയാണ്. അവരവിടെ പൊരിഞ്ഞ ഡാൻസും പാട്ടൊക്കെയാണ് കേട്ടോ. ഇവിടെ 12 മണിക്കൊക്കെ ഇവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അപ്പം ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വന്നിട്ട് തന്നെ നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ എല്ലാവരുമായിട്ട് നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ കുറേ സമയം എനിക്ക് നിൽക്കാനും പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇരുട്ടായി തുടങ്ങി. 7 മണി വരെയൊക്കെയാണ് പ്രോഗ്രാം. നമ്മൾ റോഡിൽ കയറുന്നത് അപ്പുറത്തേക്ക് ഇറങ്ങുക. ഓക്കെ, എല്ലാവരും വേഗം തന്നെ വേദിയിലേക്ക് വരണം. ആ ഗിഫ്റ്റ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും എല്ലാവരും ചേർന്ന് എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അതിനുള്ള ഒരു സമയം ഇപ്പൊ മാറ്റി വെക്കാണ്. എല്ലാവരും പെട്ടെന്ന് തന്നെ വേദിയിലേക്ക് വരിക. ഓക്കെ, ഇപ്പൊ പാട്ട് പാടേണ്ടവരൊക്കെ ഒന്ന് മുന്നേ കൂട്ടി തന്നെ പറയണം. എന്നാലേ നമുക്ക് അതിനനുസരിച്ച് കരോക്കെ അറേഞ്ച് ചെയ്ത് സമയത്തിന്റെ ആ ഒരു ഗ്യാപ്പ് ഇല്ലാതെ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് നമ്മുടെ ചെയറുകളിലേക്ക് കടന്നിരുന്നാൽ നമുക്ക് വേദിയിലെ ഡാൻസ് ആരംഭിക്കാമായിരുന്നു. നമ്മുടെ ഡാൻസേഴ്സ് റെഡി ആകുന്നു. അതിനു മുൻപ് നമ്മുടെ സിംഗേഴ്സിന്റെ ഒരു പാട്ട്
போல ஆசை கொண்டு உயிருக்கெல்லாம் துணிவிருக்கு பூமியிலே கண்ணுக்குள்ள கண்ணன் இருக்கு நெஞ்சுக்குள்ள நினைப்பு இருக்கு யாருக்குள்ள யாரு இருக்க தெரிஞ்சவங்க யாரும் இல்லை പാടി എടുത്ത് കല്ല് കുടിച്ച് എന്റെ പോലെ കച്ചതിലാക്കല വേല എന്റെ പോലെ കച്ചതിലാക്കല വേല വികാരി പെണ്ണിനെ കണ്ടില്ല ചെയ്തി ആകെ കുഴപ്പത്തിന അവൾ പല തേടി ആകെ കുഴപ്പത്തില അവൾ പല തേടി പാടണം പാടണം പിന്നെ ചാടി കളിക്കണം നമുക്കിന്ന് ചാടി കളിക്കണോ പാടണം പാടണം എനിക്കിന്ന് ചാടി வந்துச்சு ஃபீலிங்ஸ் வண்டி வண்டியா வந்துச்சு ஃபீலிங்ஸ் வந்துச்சு ஃபீலிங்ஸ் வண்டி வண்டியா வந்துச்சு
വൺസ് അഗൈൻ വേദിയിൽ നമ്മുടെ ഡാൻസ് ടീം, യെസ്, എസ് ക്രൂ ടീം. അങ്ങനെ മീറ്റപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. എല്ലാവരെയും കാണാൻ പറ്റി, എല്ലാവരുമായിട്ട് സംസാരിക്കാൻ പറ്റി. എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ. നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു. നമ്മൾ ഉണ്ണി വാവയും കൂടെ ലാസ്റ്റ് വരെ നിർത്താതെ ഡാൻസ് കളിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വാവക്കുട്ടിക്ക് വയ്യാതെ കൊണ്ടുവന്നത്, എന്നിട്ട് പോലും ആൾ എവിടെ ഒരു നിമിഷം നിന്നിട്ടില്ല. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ മീറ്റപ്പിനൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒറ്റപ്പാലത്തൊരു മീറ്റപ്പ് എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ലല്ലോ. അത് നമ്മളെ നാട്ടിലത്തെ, എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ, നമ്മളെ നാടായതുകൊണ്ടാണെന്ന് അറിയില്ല. ഒറ്റപ്പാലം വെച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എല്ലാവർക്കും നമ്മളെ നാട് ഇഷ്ടമായിരിക്കും. പക്ഷെ എനിക്ക് എൻ്റെ ഒറ്റപ്പാലം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. പാട്ട് പാടാൻ വന്ന ട്രൂപ്പായാലും, ഡാൻസ് കളിക്കാൻ വന്ന കുട്ടികളായാലും, പിന്നെ നമ്മളുടെ ഇൻഫ്ലുവൻസേഴ്സ് ആയാലും എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു കേട്ടോ. നല്ല വൈബായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഉണ്ണി അവിടെ ചൊരൻ്റെ കൊണ്ട് നിൽക്കേണ്ട വെച്ചിട്ട് ഞാൻ വിളിച്ചതാട്ടോ. നാളൊക്കെ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്, വേർത്ത് കുളിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വാക്കുട്ടീനെ കാണാനില്ലല്ലോ. ഈ പ്രോഗ്രാം അങ്ങോട്ട് കഴിഞ്ഞിട്ട് പോയി കിടന്നാട്ടോ വാക്കുട്ടി. 4 ദിവസം കോളേജിൽ പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. അത്രയും ഹെവി പനിയായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിലേക്ക് രാത്രിയൊക്കെ കൊണ്ടുപോയിട്ടൊക്കെയാണ് മാറിയത്. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ഇത് നമ്മളുടെ ജിം ട്രെയിനറുടെ മോളാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാനിങ്ങനെ നോക്കുന്നത് എൻ്റെ പഴയ ഒരു കണക്ക് ബാക്കിയുണ്ട്, എൻ്റെ കോട്ട് കളഞ്ഞതെന്ന് വെച്ചിട്ടാട്ടോ. ഞങ്ങൾ രണ്ടാളും മാച്ചാണല്ലോ. ഇത് ആളുടെ അനിയത്തി കുട്ടിയാട്ടോ. അപ്പൊ നമ്മൾ പോവാണ്. എനിക്ക് വയ്യാണ്ടായി കണ്ടോ, കണ്ണുന്നൊക്കെ വെള്ളം വരുന്നു. അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട്. എല്ലാരും പറഞ്ഞിട്ട് പോവാണ്. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മളുടെ ഇവൻ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ അടിപൊളിയായിട്ട് കഴിഞ്ഞു. വാക്കുട്ടി വണ്ടടുത്ത് പോയിരിക്കുന്നുണ്ട് കേട്ടോ. വാക്കുട്ടിക്ക് വയ്യ തീരെ. പിന്നെ എൻ്റെ ഒരു ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മാനിഫെസ്റ്റിൻ്റെയും മറ്റേ പ്രപഞ്ചശക്തിയുടെ യൂണിവേഴ്സിൻ്റെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എല്ലാവരും അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം വൈകിട്ടുണ്ട്. അവരൊക്കെ അവിടെ പൊടിയിട്ട് വറുത്ത് പോയിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും വേഗം പോട്ടെ. കുറേ എല്ലാവരായിട്ടും സംസാരിക്കാൻ പറ്റി, ഭയങ്കര സന്തോഷം. വീട് കൊടുക്കണതിൽ ആദ്യം വിട്ടുപോയിട്ടുണ്ടെന്നൊന്നും അറിയില്ല, വീട് വരുമ്പോഴായിരിക്കും അറിയാം. അപ്പോൾ എന്തായാലും ബൈ. അവരിങ്ങനെ പറയാൻ നിൽക്കായിരുന്നു. എന്താ എന്താ അതെയോ? എന്താ പറയണ്ടേ? എന്താ പറയണ്ടേ? പറഞ്ഞോ. വരും. അപ്പൊ നമ്മള് വീട് എടുത്തോണ്ടിരിക്കുമ്പോ ഇവർക്കൊക്കെ എന്തൊക്കെയാ പറയണ്ടെന്ന് പറഞ്ഞ മക്കളെല്ലാരും പറ. എന്താ പറയണ്ടേ? അടുത്തേക്ക് ചേർന്ന് നിൽക്കും. വേഗം നിൽക്ക്, സമയമില്ല. വേഗം അത് പറയാനാണോ വിളിച്ചത്? അതെ, അത് പറയാനാണോ വിളിച്ചത്? എന്താ പറയണ്ടേ? എന്റെ അക്കൗണ്ട് പറയാനാണോ വിളിച്ചത്? അക്കൗണ്ട് ഉണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലെ ടീമാ. അതെ, ഒറ്റപ്പാലാണോ? നമ്മുടെ ഇവിടെ പ്ലാത്ര. അതെയോ? എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യും. പേരൊന്നും കൂടി പറ. പ്രായം. ഞാൻ ഇതിൽ നോക്കിയിട്ട് കേട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ. ഓക്കെ. ഇപ്പൊ ഈ ഇവന്റ് അടിപൊളിയായിരുന്നു. എല്ലാരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. നമ്മളൊക്കെ എവിടേക്കുള്ള ആൾക്കാരായിരുന്നു, പക്ഷെ എല്ലാവരും ഒരുമിച്ച് കണ്ടു. സന്തോഷം അല്ലേ? ഓക്കെ. നിങ്ങൾ ഞങ്ങളെ മുന്നൊന്നും കണ്ടിട്ടില്ലല്ലോ? കണ്ടിട്ടില്ലേ? അതെ, കയറുമ്പോഴാണോ? ഹലോ ഗൈസ്. അപ്പൊ നമ്മളങ്ങനെ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മീറ്റപ്പൊക്കെ കഴിഞ്ഞു. മീറ്റപ്പിനെ കുറിച്ച് പറയുകയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, അത്രയും നല്ലൊരു മീറ്റപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ ഒറ്റപ്പാലത്തിൽ കുറേ ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി ഒരു മീറ്റപ്പ് വെച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. ഒരുപാട് പേരിനെ കാണാൻ പറ്റി. കുറച്ച് പേരിനെയൊക്കെ ഞാനിങ്ങനെ വീഡിയോസിൽ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ളവരിനൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ അവരിനെയൊക്കെ നേരിട്ട് കാണാൻ പറ്റി. നല്ല രസമായിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ യൂട്യൂബ് തുടങ്ങിയത് 2020 നമ്മൾ ടിക്ടോക്ക് ബാനായി പോയതിന് ശേഷമാണ് നമ്മൾ യൂട്യൂബിലേക്ക് വന്നത്. അപ്പൊന്നും ആരും യൂട്യൂബ് ചെയ്യുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഫസ്റ്റൊക്കെ നമ്മളിങ്ങനെ യൂട്യൂബൊക്കെ ചെയ്തിട്ട് പോകുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ മടിയൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും നമ്മൾ അതൊന്നും നോക്കാതെ വകവയ്ക്കാതെ ചെയ്തുകൊണ്ടാണ് നമ്മളിന്ന് ഇവിടെ എത്തിയത്. പിന്നെ യൂട്യൂബ് ചെയ്തതിനെ കുറിച്ചിട്ട് നമ്മളെ എന്തോ നമ്മൾ അപരാധം ചെയ്യുന്ന പോലെ പറഞ്ഞ ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ കണ്ട ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു ഏണിങ്സിനുള്ള ഒരു വഴിയായിരുന്നു. പക്ഷെ നമ്മൾ എന്തോ വലിയ സംഭവം പോലെയൊക്കെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിയാലോ, നമുക്ക് കൂടുതലും ശത്രുത എവിടുന്ന വരിക നമുക്കെന്നുള്ളത് അറിയാലോ. അപ്പോൾ അതൊന്നും നമ്മൾ കാര്യമാക്കിയില്ല. നമ്മൾ മുന്നോട്ട് പോയി, ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി. പക്ഷെ അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ എത്തിയത്. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ഈ യൂട്യൂബും കൊണ്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് നമ്മൾ
പറഞ്ഞ് അവിടെ ഇരുന്നാൽ നമ്മൾ അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. മറ്റുള്ളവർ നമ്മൾക്ക് ചിലവിനൊന്നും തരില്ല. നമ്മൾ തന്നെ നമുക്ക് ചിലവിനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കണം. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്ക് എന്ത് ചെയ്യണം വെച്ചാലും മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അയ്യോ അങ്ങനെ അവർക്ക് നമുക്ക് ആഗ്രഹം ഉണ്ടെച്ചാൽ നമ്മളതങ്ങോട്ട് ചെയ്യുക. അല്ലാതെ മറ്റുള്ളവർ നോക്കിയിട്ട് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത്, അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. ചില ആൾക്കാർ പറയാറുണ്ട് എനിക്ക് ആ ഡ്രസ്സ് ഇടണമെന്ന് ആഗ്രഹമുണ്ട്, ആൾക്കാർ എന്ത് വിചാരിക്കും വെച്ചിട്ടാണ്. അപ്പോൾ അവർക്ക് ഇടുന്ന ആഗ്രഹമുണ്ട്, അവന് മറ്റുള്ളവർ എന്ത് വിചാരിച്ചിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ നല്ലതാണെങ്കിൽ ചെയ്ത് മുന്നോട്ട് പോവുക. അതാണ് ഞാൻ പറയണത്. പിന്നെ അതുപോലെ ഈ മീറ്റപ്പിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഞങ്ങൾ 3:30ക്കാണ് അവിടെ ചെന്നത്. ഇവർ 12 മണിക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ 3:30ക്ക് പോയിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ഇൻഫ്ലുവൻസസ് ഉണ്ടായിരുന്നു. അപ്പം അവരെയൊക്കെ കണ്ടു, സംസാരിച്ചു. അടിപൊളിയായി അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളിതിനു മുൻപും കുറേ മീറ്റപ്പിനും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. എറണാകുളവും അങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും നമ്മളെ നാട്ടിലൊരു മീറ്റപ്പ് ഉണ്ടാവുക, അത് നമ്മൾ ഒറ്റപ്പാലംകാരുടെ എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ലെവലാണ് അല്ലേ. ഉണ്ണിവാവൊക്കെ നന്നായി ഡാൻസ് കളിച്ചു. ഉണ്ണിവാവ എന്നല്ല, അവിടെയുള്ള എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ നിങ്ങൾ കോപ്പിറൈറ്റ് ആയിരിക്കും ഒരുപാട് വീഡിയോ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അവിടെ എന്താ ഉണ്ടായി എന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. വാവക്കുട്ടി എന്നത്തെയും പോലെ തന്നെ വാവക്കുട്ടിക്ക് പാവ എവിടേക്കെങ്കിലും ഇങ്ങോട്ട് റെഡി ആയി കഴിഞ്ഞാൽ അപ്പം അങ്ങോട്ട് ഒരു മുടക്കം വരും കേട്ടോ. അത് ആ കുട്ടിയുടെ ഒരു പ്രശ്നമല്ല, ഓൾറെഡി അവളുടെ കാര്യങ്ങൾ അങ്ങനെ മുടങ്ങുന്നതാണ്. രാവിലെയൊക്കെ ഇന്നലെയൊക്കെ നമ്മൾ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു, നമ്മൾ റീസ്റ്റൈൽ പോയിട്ട് ഡ്രസ്സ് എടുത്തിട്ട് വരാം എന്നിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി കേട്ടോ. ഇന്ന് രാവിലെ ആകുമ്പോഴത്തേനും എണീറ്റ് വരുന്നത് തുമ്മി അലർജിയും കൊണ്ടാണ് വരുന്നത്. പിന്നെ വാക്കുടി ചില സമയത്ത് തുമ്മി അതൊരു പനിയാവാറുണ്ട്. അപ്പോൾ ഇന്നും അതുപോലെയൊക്കെ ആയി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ഞാൻ അത്രയും അവളെ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ അവൾ വരില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല വാക്കുട്ടി വന്നേ പറ്റൂ, ഇവിടെ